ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ സാമ്പാർ ഉണ്ടാക്കിയാലോ. അപ്പം ആദ്യം കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പ് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു സ്പൂൺ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അധികം തിളച്ച് പുറത്തോട്ട് പോവാറില്ല. കുക്കർ അടച്ചിട്ട് ഒരു 4 വിസിൽ ഇട്ടിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് കുഞ്ഞുള്ളി കുറച്ച് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കുന്നുണ്ട്. സാമ്പാറിൽ കുഞ്ഞുള്ളിയാണ് ഉപയോഗിക്കാറ് കേട്ടോ. സവാള ഉപയോഗിക്കുന്നവരുണ്ട്, ഞാൻ കുഞ്ഞുള്ളിയാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന വെണ്ടക്കായ ഒരു 4 വെണ്ടക്കായ എടുത്തിട്ടുണ്ട്. ഇതുകൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി എടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ആ വെണ്ടയ്ക്കൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വേവണം, നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരണം. ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പൊടികളാണ്. ആദ്യം ഞാനൊരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി. കാശ്മീരി മുളകല്ല, നല്ല എരിവുള്ള മുളക് തന്നെയാണ് കേട്ടോ. ഇതൊരു 2 സ്പൂണ്. പിന്നെ മല്ലിപ്പൊടി, കറിക്ക് ആവശ്യമായിട്ടുള്ള സാമ്പാറിന് ആവശ്യമായിട്ടുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3 സ്പൂണോളം ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് സാമ്പാർ പൊടിയാണ്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാമ്പാർ പൊടിയാണ് കേട്ടോ, കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല. അപ്പോൾ ഇതൊരു 2 സ്പൂണ് സാമ്പാർ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാ പൊടികളും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി ആ പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മൾ ഗ്യാസ് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ ഇട്ടതല്ലേ, കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിങ്ങനെ വഴറ്റി കഴിഞ്ഞിട്ട് ഇത് മാറ്റി വെക്കണം. നമുക്ക് കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുക്കാനുണ്ടല്ലോ. അപ്പം ഇതിവിടെ ഇരിക്കട്ടെ. ഈ സമയത്ത് നമ്മുടെ പരിപ്പൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സാമ്പാറിന് ആവശ്യമായിട്ടുള്ള കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങ്, മുരിങ്ങക്കായ, ക്യാരറ്റ്, വഴുതനങ്ങ, മത്തങ്ങ, പടവലങ്ങ, 2 പച്ചമുളക്, ഇതെല്ലാമാണ്. ഇനി ഇതെല്ലാം കൂടി ഈ വേവിച്ച പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഏത് കഷ്ണം വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. കയ്പ്പയ്ക്കൊന്നും ഇടില്ല, ബാക്കി ഒരുവിധം എല്ലാ കഷ്ണങ്ങളും എടുക്കും നമ്മൾ. ബീട്രൂട്ട്, കയ്പ്പക്ക ഇതൊന്നും സാമ്പാറിൽ ഇടാറില്ല കേട്ടോ, ബാക്കിയെല്ലാം ഇട്ട് കൊടുക്കാറുണ്ട്. ചേനയൊന്നും ഇടില്ല, ചേന, ചേമ്പ് അങ്ങനത്തെ കഷ്ണങ്ങളൊന്നും എടുക്കില്ല. ബാക്കി എല്ലാ കഷ്ണങ്ങളും ഒരുവിധം എല്ലാം നമുക്ക് സാമ്പാറിൽ ഇടാം. പിന്നെ ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുളിക്ക് വേണ്ടിയിട്ട് വാളംപുളി പിഴിഞ്ഞെടുത്തിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. ഇത് വാളംപുളി പിഴിഞ്ഞെടുത്തിട്ട് ആ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുക്കറിൽ ഒരു വിസിൽ അടുപ്പിക്കുന്നുണ്ട് ഇത്. അപ്പോൾ എല്ലാ കഷ്ണങ്ങളും ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. അപ്പോൾ ഇതേ കഷ്ണങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കണം. ഇത്രയും വേവ് മതി കേട്ടോ. ഇനി ഒന്നുകൂടി തിളച്ച് വരുമ്പോൾ ചെറുതായിട്ടും കൂടി ഒന്ന് വെന്ത് വരും, അല്ലെങ്കിൽ എല്ലാം കൂടി ഉടഞ്ഞു പോവുള്ളൂ. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ വെണ്ടയ്ക്കയും ചെറിയുള്ളിയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം. ആ വെണ്ടക്കായും ചെറിയുള്ളിയും കൂടി ഒന്ന് വേവാനുണ്ട്. നന്നായിട്ടൊന്ന് വേവുന്ന വരെ ഇതൊന്ന് കിടന്ന് തിളക്കട്ടെ. ഈ സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പും കായപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ആ ഉപ്പൊക്കെ ഒന്ന് ഇതിലേക്ക് പിടിക്കണം. ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കുക. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ.
അതേ നമ്മുടെ സാമ്പാർ ഏകദേശം റെഡിയായി. ഇനി നമ്മൾ ഇതിലേക്ക് സാമ്പാറൊന്ന് വറുത്തിടണം. അതിന് വേണ്ടിയിട്ട് കടുകും കറിവേപ്പിൻ്റെ ഇലയും പിന്നെ വറ്റൽമുളകും കൂടി താളിച്ച് സാമ്പാറിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ഉപ്പും അതുപോലെ തന്നെ പുളിയെല്ലാം കറക്റ്റാണ് കേട്ടോ. ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിലിട്ട് കൊടുക്കാം. ഇതിപ്പോൾ എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒന്ന് താളിച്ച് ഒഴിക്കാം. അപ്പം നമ്മുടെ ഒരു സാധാരണ കേരള സാമ്പാറാണ് ഇത് കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്ന മസാല ആയതുകൊണ്ട്, സാമ്പാർ പൊടി ആയതുകൊണ്ട് നല്ല മണമാണ് സാമ്പാറിന്. നല്ല കുറുകിയിരിക്കുന്ന നല്ല അടിപൊളി സാമ്പാറാണ്. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. ഇഡ്ഡലിക്കും ചോറിൻ്റെ കൂടെയൊക്കെ സാമ്പാർ അടിപൊളി കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.